ശ്രീ ജോസഫ് മാത്യു, മുട്ടിൽ മരമുറി കേസുകളിലെ റവന്യൂ റിക്കവറി നടപടികൾ വൈകിപ്പിക്കുന്നു, ഏതാണ്ട് നിർത്തിവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനവർ നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത് മേപ്പാടി ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ നിർത്തിവെച്ചപ്പോൾ ഇതും പെട്ടു എന്നാണല്ലോ. സാധാരണഗതിയിൽ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കുറ്റകൃത്യങ്ങളിൽ പിഴ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം ഇളവുകൾ ബാധകമാകുകയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ ഇതിന്മേൽ ഈ ഒരു ന്യായീകരണം നിരത്തുന്നത്? തീർച്ചയായും ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കേണ്ടതിന്റെ സാഹചര്യങ്ങളെല്ലാം സുപ്രീം കോടതിയും കേരള ഹൈക്കോടതിയും ഒക്കെ വിധികളിലൂടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ഉള്ള വിഷയം KLC കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം ഈ നിയമവിരുദ്ധ മരമുറിയുമായി ബന്ധപ്പെട്ട് മുറിച്ചു വീഴ്ത്തിയ മരങ്ങൾ സർക്കാർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു, റവന്യൂ വകുപ്പ്. അതിന് പിഴ ചുമത്തുന്ന നടപടികൾ ഈ കേസിൽ 2021 ജനുവരിയിൽ ആരംഭിച്ച KLC നടപടികളാണ്. അത് ഇപ്പോൾ 4.5 വർഷങ്ങളായപ്പോൾ ആ നടപടി പൂർത്തീകരിച്ച് തൃക്കൈപ്പറ്റ വില്ലേജിൽ വലിയൊരു രാജകീയ വൃക്ഷമായ വീട്ടിമരം 500 വർഷത്തിലധികം പഴക്കമുള്ളത് മുറിച്ചു വീഴ്ത്തിയതിന് സുഹറ എന്ന ഭൂവുടമയ്ക്ക് എതിരെ ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരം 37,27,416 രൂപ റവന്യൂ വകുപ്പ് പിഴ ചുമത്തിയിട്ടുണ്ട്. ആ പിഴ ചുമത്തിയത് 2024-ലാണ്. 2024 ചുമത്തിയ പിഴ വസൂലാക്കാൻ നടപടിയെടുക്കുന്നതിനിടയിൽ ഇത് വസൂലാക്കുന്നതിന് എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ എന്ന് അറിയുന്നതിന് വൈത്തിരി തഹസിൽദാർക്ക് കൊടുത്തപ്പോൾ, അറിയാൻ വേണ്ടി വൈത്തിരി തഹസിൽദാരോട് ചോദിച്ചപ്പോൾ പിഴത്തുക കക്ഷിയിൽ നിന്നും വസൂലാക്കുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് വൈത്തിരി തഹസിൽദാർ 2020 ഈ കഴിഞ്ഞ വർഷം ജനുവരി 8-ാം തീയതി 8/1/2025 മറുപടി വന്നിട്ടുണ്ട്. അപ്പോൾ പിഴ വസൂലാക്കാം എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ആ നടപടി കൈക്കൊള്ളേണ്ടത് തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസറാണ്. പിന്നീട് തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസർ 9/6/2025 ജൂൺ മാസത്തിൽ വൈത്തിരി തഹസിൽദാരോട് എഴുതി ചോദിച്ചിരിക്കുകയാണ്, ചൂരൽമല ഉരുൾപൊട്ടലിന് ഉരുൾപൊട്ടലിന് ശേഷം വൈത്തിരി താലൂക്കിൽ ജപ്തി നടപടികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ശ്രീമതി സുഹറ സോൻസോ എന്നവർ കൈവശം വരുന്ന തൃക്കൈപ്പറ്റ വില്ലേജിൽ ജപ്തി നടപടികൾ കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്ന്. ഈ സാഹചര്യത്തിൽ വിഷയത്തിൽ ഓഫീസിൽ നിന്ന് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച് സ്പഷ്ടീകരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും വില്ലേജ് ഓഫീസർ എഴുതിയിരിക്കുകയാണ്. പക്ഷെ വളരെ വ്യക്തമായിട്ട് തഹസിൽദാർ കൊടുത്തിരുന്നതാണ്. വില്ലേജ് ഓഫീസർ എഴുതി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ തഹസിൽദാരുടെ മറുപടിയാണ് ഗവൺമെന്റ് ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ ഉത്തരവിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 23/9/2024 ഇറങ്ങിയ മൊറട്ടോറിയം എന്ന് പറയുന്ന ആ ഉത്തരവിൽ പ്രത്യേകം വൈത്തിരി താലൂക്കിലെ കുടിശ്ശികകൾ എന്നിവയാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ റവന്യൂ റിക്കവറി നടപടികൾ പ്രകാരം സ്വീകരിക്കേണ്ടതില്ല എന്ന വിവരം അറിയിക്കുന്നു. അപ്പൊ വായ്പകളും കുടിശ്ശികകളുമാണ്. ഇത് ആ രൂപത്തിൽ ഉള്ള ഒരു സംഖ്യയല്ല, ഇതൊരു പിഴ സംഖ്യയാണ്. ഒരു ക്രിമിനൽ കുറ്റകൃത്യം കഴിഞ്ഞ് സിവിൽ കുറ്റകൃത്യത്തിലും ആകാം. ഒരു പിഴ സംഖ്യയാണ്, സർക്കാരിലേക്ക് വരേണ്ട പൈസയാണ് ഈ 37,27,412 രൂപ. അപ്പോൾ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഇത് ജില്ലാ കളക്ടർ ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ്. വയനാട് ജില്ലാ കളക്ടർ 23/9/2024 വൈത്തിരി തഹസിൽദാർക്ക് കൊടുത്ത ഡയറക്ഷനാണിത്. ഈ ഡയറക്ഷൻ പ്രകാരം അവരിത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പിഴസംഖ്യ വസൂലാക്കാതിരിക്കുക. അതെല്ലാം എനിക്ക് തോന്നുന്നത് ഇതൊരു നിയമപരമായ കാര്യമല്ല. പക്ഷേ മുകളിൽ നിന്നുള്ള ഡയറക്ഷൻ, അതായത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഇപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി
അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമല്ലോ. അദ്ദേഹത്തിന്റെയും കൂടി ഒരു അറിവോട് കൂടിയാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, തീർച്ചയായും.